നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി കേഡൽ ജിൻസൺ രാജിയുടെ കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന അമ്മാവൻ ജോസ് സുന്ദരം മരിച്ചത് യാതനകൾ നിറഞ്ഞ, വേദനകൾ നിറഞ്ഞ ജീവിതത്തിനൊടുവിലാണ്. തനിക്കുണ്ടായിരുന്ന വീടും സ്വത്തുക്കളും കേഡലിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടദാനം എഴുതി കൊടുത്തതോടെ അവസാന കാലത്ത് പട്ടിണി കിടന്നാണ് ജോസ് മരിച്ചത്. കേസിൽ കേഡലിന് വിധിച്ച പിഴത്തുകയായ 15 ലക്ഷം ജോസിന് നൽകണമെന്ന് കോടതി വിധിച്ചെങ്കിലും അതും കിട്ടിയിരുന്നില്ല. പ്രൊഫസർ രാജ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മ, സഹോദരി, ബന്ധു ഉൾപ്പെടെ 4 പേരെ കേഡൽ കൊലപ്പെടുത്തിയപ്പോൾ ജീൻ പത്മയുടെ സഹോദരൻ ജോസിൻ്റെ ജീവിതമാണ് ഇരുട്ടിലായത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, അവിവാഹിതനായ ജോസ് തൻ്റെ അവസാന കാലത്ത് തന്നെ ഈ സഹോദരിയും കുടുംബവും നോക്കുമെന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഹോദരിക്ക്, ജീൻ പത്മയ്ക്ക്, അതായത് കേഡലിൻ്റെ അമ്മയ്ക്ക് ഈ സ്വത്തുക്കൾ മുഴുവൻ, അതായത് കോടികൾ വില മതിക്കുന്ന സ്വത്തുക്കൾ മുഴുവൻ എഴുതി നൽകിയത്. പക്ഷേ അവസാന കാലത്ത് നരകജീവിതം അനുഭവിക്കേണ്ടി വരുന്നു. പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു ദുർഗതി. എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഈ കേഡൽ ജിൻസൺ രാജിയുടെ കേസുമായി തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടം നടത്തിയ വ്യക്തിയാണ് ജോസ്. ജോസിന് 15 ലക്ഷം രൂപ പിഴത്തുക നൽകണമെന്ന് കോടതി വിധിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൂടിയാണ്. എന്താണ് ഈ ജോസ് സുന്ദരത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ടോം, 2017 ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ നടുക്കിയ, തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കൂട്ടക്കൊലപാതക പരമ്പര പുറം ലോകം അറിയുന്നത്. അന്നു മുതൽ ഞങ്ങളിപ്പോഴും ഓർക്കുന്നത്, ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആരോടും ഒന്നും സംസാരിക്കാതെ വളരെ മൗനമായി ഈ വീടിൻ്റെ ഒരു മൂലയിൽ, ഒരു കസേരയിൽ ഒരേ ഇരിപ്പായിരുന്നു ഈ ജോസ്. അദ്ദേഹം അവിടെ ഇരിക്കും. എന്തെങ്കിലും ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചാൽ മാത്രം ആ പോലീസ് ഉദ്യോഗസ്ഥരോട് മാത്രം വിവരങ്ങൾ കൈമാറുന്ന തരത്തിൽ വളരെ ശാന്തനായി ഒരു കസേരയിലിരിക്കുന്ന ജോസിനെ മാധ്യമപ്രവർത്തകർക്കാർക്കും മറക്കാൻ കഴിയില്ല. അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്നതിന് 4 മാസം മുമ്പായിരുന്നു അവിവാഹിതനായ ജോസ് തൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ ഈ കേഡൽ ജിൻസൺ രാജയുടെ അമ്മ ജീൻ പത്മയുടെ പേരിൽ, ഡോക്ടർ ജീൻ പത്മയുടെ പേരിൽ എഴുതി നൽകുന്നത്. ഈ സംഭവം ഉണ്ടായി, അതായത് ഇതിന് തൊട്ട് പിന്നാലെ 4 മാസങ്ങൾക്കിപ്പുറം തന്നെ വാർദ്ധക്യകാലത്ത് താൻ അവർ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജീൻ പത്മയുടെയും രാജ് തങ്കത്തിൻ്റെയും കരോളിൻ്റെയും ലളിതയുടെയും മൃതസംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകേണ്ടി വന്ന ദുർവിധിയാണ് ഈ ജോസിനെ കാത്തിരുന്നത്. അതോടെ അദ്ദേഹം മാനസികമായി തളരുകയായിരുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയായിരുന്നു ജോസ്. അങ്ങനെ പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ലഭിച്ചെങ്കിലും ആ ജോലി വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു സ്വസ്ഥ ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം. വിവാഹം കഴിക്കാനുള്ള തീരുമാനം പിന്നീട് ഉണ്ടായില്ല. അങ്ങനെ ശാന്തമായൊരു ജീവിതം നയിച്ചു വരുന്നു. ഈ ജീൻ പത്മയുടെ കുടുംബവുമായി വളരെ അടുത്ത ആത്മബന്ധം. അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി വിധി കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത്. ഈ കേഡൽ ജിൻസൺ രാജിയിലെ ക്രിമിനൽ പുറത്തു വരുന്നു. അങ്ങനെ ഈ കുടുംബത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ അതോടെ അപകടം മണത്ത ഈ ജോസ് ഈ സ്വത്തുക്കൾ തിരികെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയെങ്കിലും കേഡൽ ജിൻസന്റെ ഭാഗത്ത് നിന്ന് അതിനോട് അനുകൂലമായൊരു സമീപനം ഉണ്ടായില്ല എന്നാണ് നമുക്ക് ആ കുടുംബവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതാണ് ഇദ്ദേഹത്തെ ഏറെ തളർത്തിയത്. അതായത് സാമ്പത്തികമായി വലിയ തരത്തിലൊരു, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷി കൂടിയായിരുന്നു ഈ ജോസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കൊലപാതകം നടന്ന പിറ്റേ ദിവസം ജോസിൻ്റെ വീട്ടിലേക്ക്, അതായത് മതിൽ ചാടിക്കിടന്ന് കേഡൽ എത്തുന്നു. പിന്നീട് ഈ അന്ന് രാത്രി കേഡലിനെ കണ്ടെന്നും കയ്യിൽ പൊള്ളലേറ്റെന്നും ജോസ് കോടതിയിൽ നൽകിയ മൊഴി കേസിലേറെ നിർണായകമായിരുന്നു. ഇതൊക്കെ ആയിരിക്കുമോ കേഡലിനെ സംബന്ധിച്ച് സ്വന്തം അമ്മാവിനോട് പക തോന്നാനുള്ള കാരണം നേരത്തെ ഡാൻ സൂചിപ്പിച്ചു, ആ കേഡലിൻ്റെ അമ്മയ്ക്ക് എഴുതി നൽകിയ സ്വത്ത് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് പലതവണ കേഡലിനെ സമീപിച്ചെങ്കിലും അയാൾ ആ സ്വത്ത് പോലും തിരികെ നൽകിയില്ല. അത്രയധികം, അതായത് സ്വന്തം മാതാപിതാക്കളെ, സഹോദരിയെ കൊലപ്പെടുത്തിയിട്ടും അമ്മാവനെ പെരുവഴിയിലാക്കിയിട്ടും യാതൊരു കുറ്റബോധവുമില്ലാതെ ഇങ്ങനെ ഒരു ക്രൂര മനസ്സിൻ്റെ ഉടമയായി ഇപ്പോഴും കേഡൽ ജീവിക്കുന്നു. ഒരു വശത്ത് അമ്മാവൻ്റെ
അങ്ങേയറ്റം നരകതുല്യമായ ജീവിതം ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്നു. അതല്ലേ സംഭവിച്ചത്? അതായത് ഈ കേതൽ ജിൻസനെ ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായി നന്ദൻകോടുള്ള ഈ ബീൻസ് വില്ലയിലേക്ക് എത്തിക്കുമ്പോൾ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം, അവരുടെ ബന്ധുക്കൾ, അതിന് നടുവിൽ ഈ കേതൽ ജിൻസന്റെ ഭാവഭേദങ്ങളൊന്നുമില്ലാതിരുന്ന മുഖത്ത് അല്പമെങ്കിലും ഒരു സൗമ്യമായ ഒരു ചിരി തെളിഞ്ഞത്, അതായത് നേരത്തെ ഒരു ചിരി തെളിഞ്ഞത് ഈ ജോസിനെ കണ്ടപ്പോൾ മാത്രമാണ്. അവിടെ വെച്ച് ഈ ജോസിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നു. അതിനുശേഷമാണ് തെളിവെടുപ്പിനായി അവിടേക്ക് എത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം കേതൽ ജിൻസൺ രാജ ഈ വീടിനുള്ളിലേക്ക് ഓരോ കൊലപാതകങ്ങളും നടത്തിയത് എങ്ങനെയെന്ന് വിവരിക്കുന്നതിന് വേണ്ടി കയറിപ്പോയത്. തിരികെ ഇറങ്ങി വരുമ്പോഴും അങ്ങനെ തന്നെ ഇദ്ദേഹത്തെ മാത്രം നോക്കി, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് മാത്രം ഒന്ന് നോക്കി, ഒന്നും മിണ്ടാതെ കേതൽ നടന്നു പോവുകയായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ്, 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചത്. അതായത് മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തിയാണ് കേതൽ ജിൻസൺ രാജ. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ നൽകണമെന്ന പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ ഒരുപാട് കോടതിയിൽ ഉയർന്നു കേട്ടതാണ്. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ല, കോടതിയും തയ്യാറായില്ല. അതായത് കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ നടന്ന ഒരു കൊലപാതകമാണ് നന്ദൻകോട് ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന 42 തൊണ്ടിമുതലുകൾ, 65 ദിവസം നീണ്ട വിചാരണക്കിടയിൽ ഇങ്ങനെ 42 തൊണ്ടിമുതലുകൾ കണ്ടെത്തുന്നു. അതോടൊപ്പം മറ്റ് രേഖകൾ കണ്ടെത്തുന്നു. ഈ കേസിൽ ഏറ്റവും ക്രൂഷ്യലായി മാറിയ 120ഓളം രേഖകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതിലൂടെയാണ് അവർ ഉറപ്പിച്ചത് ഇത് ആസൂത്രിതമായി നടത്തിയ കൂട്ടക്കൊലപാതക പരമ്പരയാണ്. മാതാപിതാക്കളോടുള്ള മുൻ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് അവർ ഉറപ്പിച്ചത് കൃത്യമായി കണ്ടെത്തിയ ഈ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ചെന്നൈയിലേക്കാണ് കേതൽ ജിൻസൺ രാജ ഈ കൂട്ടക്കൊലപാതക പരമ്പര നടത്തി അവരെ കൂട്ടിയിട്ട് കത്തിച്ചതിന് പിന്നാലെ ഈ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടയിൽ പുറത്തേക്ക് തീയും പുകയും ഉയരുന്നു. ഇതോടെ താൻ പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ കേതൽ ജിൻസൺ രാജ അതിസമർത്ഥമായ 2 തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ഒന്ന്, കേതലിൻ്റെ രൂപത്തിലുള്ള ഒരു ഡെമ്മി കൂടി അവിടെ കത്തിച്ച കൂട്ടത്തിലിടുന്നു. അതായത് കുടുംബം മുഴുവൻ നാമാവശേഷമായി എന്ന ഒരു പ്രതീതി പരത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു. അതോടൊപ്പം രക്ഷപ്പെട്ടു പോകുന്നതിനിടയിൽ താനുമായി ബന്ധപ്പെട്ട മുഴുവൻ സർട്ടിഫിക്കറ്റുകളും വീട്ടിൽ നിന്ന് എടുത്ത് ബാഗിലാക്കി ആ ബാഗിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റുകളും തിരികെയാണ് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ കയറുന്നത്. അതായത് താൻ മരിച്ചുവെന്ന ഒരു പ്രതീതി ജനിപ്പിച്ച്, താനും ഇല്ലാതായെന്ന പ്രതീതി ജനിപ്പിച്ച് അന്വേഷണത്തിൻ്റെ ദിശ തെറ്റിക്കുന്നു. അതേസമയം തനിക്ക് ആവശ്യമായി വരാൻ സാധ്യതയുള്ള മുഴുവൻ സർട്ടിഫിക്കറ്റുകളും കൈവശം വെക്കുക. ഇതൊരിക്കലും മാനസികമായി വൈകല്യം നേരിടുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രൂരതയല്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായൊരു പ്ലാനിങ് ഈ കേസിന് പിന്നിൽ ഉണ്ട് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കാനിടയായ സാഹചര്യം ഇതാണ്. അതോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്മാവൻ കൂടിയായ ജോസ് നൽകിയ, ഈ കേസിലെ ഏക സാക്ഷിയായിരുന്നു ജോസ്, അദ്ദേഹം നൽകിയ മൊഴി, അതായത് കൈക്ക് പൊള്ളലേറ്റ നിലയിൽ താൻ കേതലിനെ കണ്ടിരുന്നു എന്ന മൊഴി ഈ കേസിൽ ക്രൂഷ്യലായി മാറുകയായിരുന്നു. ഒരുപക്ഷേ കേതലിന് ഈ അമ്മാവൻ ജോസ് സുന്ദരത്തോട് മനസ്സിൽ ഒരു വൈരാഗ്യവും പകയും ഉടലെടുക്കാൻ കാരണമായി മാറിയതും അത് തന്നെയായിരിക്കാം. എന്തായാലും നരകതുല്യമായ ഒരു അവസാന കാലഘട്ടമായിരുന്നു ജോസ്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ സ്വന്തം അമ്മാവനോട്, അതായത് ഈ നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ ജീവിച്ചിരുന്ന ഒരു ഇര തന്നെയായിരുന്നു ഈ അമ്മാവൻ. ഡാൻ, ഈ പിഴത്തുക, അതായത് 15 ലക്ഷം രൂപ ഈ അമ്മാവന് നൽകണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഇപ്പോൾ അമ്മാവൻ മരിച്ച സാഹചര്യത്തിൽ ഇനി ആ പിഴത്തുക ആർക്ക് നൽകും? അതോടൊപ്പം അറിയേണ്ടത്, ഈ കോടികൾ വിലമതിക്കുന്ന വലിയൊരു ഭൂവുടമ കൂടിയാണ് എല്ലാവരും നഷ്ടപ്പെട്ടെങ്കിൽ പോലും കേതൽ ജിൻസൺ രാജ. ഇയാളുടെ സ്വത്തുക്കൾ, പ്രത്യേകിച്ച് ഈ അമ്മാവൻ ജോസിന്റെ സ്വത്തുക്കൾ ഇനി ആർക്കായിരിക്കും? ഇക്കാര്യത്തിലൊക്കെ ഇനി കോടതിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാകുമോ? അതായത് നിയമപരമായ കാര്യങ്ങൾ തന്നെ, അതായത് നിയമക്കുരുക്കിലേക്ക് തന്നെ ഈ സ്വത്തുക്കൾ മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഈ ബീൻസ് വില്ലയുടെ മുൻവശത്ത് LICയുടെ ഒരു നോട്ടീസ് പതിച്ചിട്ടുണ്ട്. അതിൽ ഇത്ര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു തുക ലേലം ചെയ്ത് മാത്രമേ ആ വീട് ഇനി ആർക്കെങ്കിലും സ്വന്തമാക്കാൻ കഴിയും. അതല്ലാതെ ഈ വീട് വസ്തുവോ വീടോ ഇതിലുള്ളതൊന്നോ കൈമാറ്റം ചെയ്യാൻ ആരും ശ്രമിക്കരുത്, നിയമപരമായി തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു നോട്ടീസ് ഈ വീടിന് മുമ്പിൽ പതിച്ചിട്ടുണ്ട്. സമാനമായ തരത്തിൽ ഇഷ്ടദാനമായി നൽകിയ സ്വത്തുക്കളാണ് ഈ ജോസ് സുന്ദരം ഈ ജീൻ പത്മയ്ക്ക് നൽകിയത്. സ്വാഭാവികമായി അതിൻ്റെ ഉടമ, ജീവിച്ചിരിക്കുന്ന ഉടമ അത് കേതൽ ജിൻസനാണ്. പക്ഷേ നിലവിൽ കോടതി കഠിന ശിക്ഷയ്ക്ക്
തടവിന് വിധിച്ചതിനെ തുടർന്ന് ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കി പുറത്തിറങ്ങുക എന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്നൊന്നും നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് അതൊക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് കേതൽ ജിൻസനെ സംബന്ധിച്ച് അപ്രാപ്യമായ ഒരു സ്വപ്നം മാത്രമായി മാറും. അങ്ങനെയാണ് എങ്കിൽ ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ? അവിടെ ആരെങ്കിലും ഇതിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്, അതായത് ഈ ജോസ് കൂടി മരണപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സ്വത്തുക്കൾക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള മറ്റാരെങ്കിലും രംഗത്തെത്തുമോ എന്നതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെ നൂലാമാലകളിലേക്ക് കടന്ന് ഈ സ്വത്തുക്കൾ കൈവശപ്പെടുത്താനുള്ളൊരു നീക്കം ഇനി അവരുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന സൂചനകൾ അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ വില വരുന്ന നന്ദൻകോട്ടെ 2 വീടുകൾ, അതോടൊപ്പം തമിഴ്നാട് അതിർത്തിയിലുള്ള ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന സ്ഥലം, ഇത് മുഴുവൻ അനാഥമാകുന്ന ഒരു സാഹചര്യമാണ് ഇതോടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ജീവിത സായാഹ്നത്തിൽ തനിക്ക് തുണയാകുമെന്ന് കരുതിയ സഹോദരിക്ക് ഈ ജോസ് സുന്ദരം തൻ്റെ കോടികൾ വിലമതിക്കുന്ന തലസ്ഥാന നഗരത്തിലെ കണ്ണായ സ്ഥലം എഴുതി നൽകുന്നു. ഒടുവിൽ പട്ടിണി കടന്ന് ഒരു ദരിദ്രനെ പോലെ മരിക്കേണ്ടി വരുന്ന ദുർഗതിയാണ് ജോസിനുണ്ടായത്. അതിൽ ഈ കേഡൽ ജിൻസൺ രാജയുടെ ക്രൂര മനസ്സ്, അതായത് സ്വന്തം അമ്മാവനോട് എല്ലാവരും നഷ്ടപ്പെട്ട് അനാഥനായി തീർന്ന അമ്മാവിനോട് പോലും ദയയില്ലാതെ ക്രൂരത കാട്ടിയ കേഡൽ ജിൻസൺ രാജയുടെ ആ ക്രൂരമായ മനസ്സാണ് ഈ അമ്മാവനെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിൽ പോക്സോ കേസ് പ്രതി മുകേഷ് എം നായരെ മുഖ്യാതിഥിയായി പങ്കെടുപ്പിച്ചതിൽ വിവാദം. സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിലെ പ്രതിയാണ് ബ്ലോഗറായിട്ടുള്ള മുകേഷ് എം നായർ. അതേസമയം മുകേഷിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്ന വിശദീകരണവുമായി സ്കൂൾ ഹെഡ് മാസ്റ്റർ രംഗത്തെത്തി. ഇങ്ങനെ ഒരു വ്യക്തി നമുക്ക് സ്കൂളിൽ വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് JCI റോയൽ സിറ്റി അതിന്റെ അധികൃതരാണ് കൊണ്ടുവന്നത്. ഇതാണ് വാസ്തവം. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ഈ പറയുന്ന വ്യക്തിക്ക് ഇല്ല. ഞങ്ങൾക്ക് ആ കൂടെ ബന്ധമുള്ള ഈ സ്ഥിരമായിട്ട് നമുക്ക് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന JCI റോയൽ സിറ്റിയുമായിട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു ഫോട്ടോവും വെച്ചടിച്ചിട്ടില്ല. ഞങ്ങൾ സർക്കാർ തന്ന ആ ബാനർ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ വരുന്ന വ്യക്തി, ഈ പറയുന്ന വ്യക്തി മുകേഷ്, അദ്ദേഹത്തിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയും നമുക്കില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, കുട്ടികളുടെ പ്രവേശനോത്സവ ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി സാധാരണ എത്തേണ്ടത് ഒരു മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ മുകേഷ് എം നായർ, അയാളൊരു യൂട്യൂബറാണ്, സെലിബ്രിറ്റിയാണ്. പക്ഷെ അതിനപ്പുറം ഒരു പോക്സോ കേസിലെ പ്രതിയാണ്. ആരാണ് ഇയാൾ അവിടെ എത്തിച്ചത്? പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. സ്കൂൾ അധികൃതർ ഇതിൽ കൈയൊഴിയുന്നു, തങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? തീർച്ചയായിട്ടും ഇന്നലെ നടന്ന പ്രവേശനോത്സവത്തിൽ, അതായത് സംസ്ഥാന തലത്തിൽ നടന്ന പ്രവേശനോത്സവം ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും എല്ലാ സ്കൂളുകളിലും നടന്ന പ്രവേശനോത്സവത്തിൽ സമൂഹത്തിൽ തന്നെ കുട്ടികൾക്ക് മാതൃകയാവേണ്ട വ്യക്തിത്വങ്ങളായിരുന്നു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതും പ്രസംഗിച്ചതും കുട്ടികൾക്കൊപ്പം സമയം ചെലവിട്ടതൊക്കെ. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഗോവിന്ദനാഥ് മുതുകാട് പോലെയുള്ള സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതും കുട്ടികൾക്ക് ഉത്തമ ഉദാഹരണമാവാൻ കഴിയുന്നതുമായിട്ടുള്ള വ്യക്തികളെയാണ് സാധാരണഗതിയിൽ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിക്കാറും. അത്തരത്തിലുള്ള പരിപാടികൾ സാധാരണ വരുന്ന ഗസ്റ്റുകളും അങ്ങനെയായിരിക്കും. പക്ഷേ പടിഞ്ഞാറക്കോട്ടെ സ്കൂളിലെ കാര്യം നോക്കുമ്പോൾ മുകേഷ് എം നായർ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ആ രീതിയിൽ നോക്കുമ്പോൾ പ്രമുഖനാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ആരോപണ വിധേയനായ ഒരാളെ സ്കൂളിൽ കൊണ്ടുവന്നത് വളരെ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം മുകേഷ് എം നായർക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് സ്കൂൾ അധികൃതർക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ പോലും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന വ്യക്തി, അതായത് മെയിൻ ഗസ്റ്റായിട്ട് വരുന്ന ആൾ ആരാണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ചുമതല, ഒരു ഉത്തരവാദിത്തം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇത്രയും വലിയൊരു പരിപാടിയാണ്, പ്രവേശനോത്സവമാണ്. ചെറിയ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനും
അവർക്ക് മോട്ടിവേഷൻ നൽകാനും മറ്റുമുള്ള തരത്തിലുള്ള പ്രസംഗം അല്ലെങ്കിൽ അവരൊപ്പം സമയം ചെലവഴിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. അത്തരത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുള്ള ഒരു വീഴ്ച നമുക്കിതിൽ കാണാനാകും. കാരണം തീരെ സന്നദ്ധ സംഘടനയാണ് ഈ ഒരു വ്യക്തിയെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് കൈ കഴുകുമ്പോഴും സ്കൂളിന് അകത്താണ് ഈ പരിപാടി നടക്കുന്നത്. സ്പോൺസർ ചെയ്യുന്നത് സന്നദ്ധ സംഘടനയാണെന്നുണ്ടെങ്കിലും സ്കൂളിലെ വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്ത് സംസാരിക്കേണ്ട, അവർക്കൊപ്പം സംസാരിക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് സമ്മാനം വിതരണം ചെയ്യേണ്ട, അവർക്കൊപ്പം ഫോട്ടോ എടുത്തതൊക്കെ ഈ മുകേഷ് നായരാണ്. കേസിൽ മുകേഷ് നായർക്ക് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ആരോപണ വിധേയനാണ്. അതേപോലെ തന്നെ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സന്നദ്ധ സംഘടനയും ഒപ്പം അധ്യാപകരും ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുമെല്ലാം ഇതിൽ ഉത്തരവാദികളാണ്. കാരണം ആരും അറിയാതെ സർപ്രൈസ് പോലെ മുകേഷ് നായരെ ഇത്തരത്തിലൊരു പരിപാടിയിൽ കൊണ്ടുവരിക ഇദ്ദേഹത്തിന് അറിയില്ല. അതുമാത്രമല്ല മുന്നേ ACP ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടോ എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഒരു പോലീസായി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനടക്കം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഇയാളെപ്പറ്റി അറിയില്ല, ഇത്തരത്തിലൊരു വാർത്ത അവർ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു കൈകഴുകൽ നടപടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും സാരംഗ്, ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നടപടി, സ്കൂളിനെതിരെയോ അല്ലെങ്കിൽ സ്കൂൾ അധികൃതർക്കെതിരെയോ നടപടിക്ക് സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം ഇതിന് പിന്നിൽ സന്നദ്ധ സംഘടനയാണ് ഗസ്റ്റിനെ കൊണ്ടുവന്നത്, അതിഥിയെ തീരുമാനിച്ചതെന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ അധികൃതരുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. പ്രവേശനോത്സവം സ്കൂൾ PTA അതേപോലെ തന്നെ സ്കൂളിലെ അനധ്യാപകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തീരുമാനിക്കുന്ന രീതിയിൽ സംഘടിപ്പിക്കേണ്ട ഒരു പരിപാടിയാണ് ഈ പ്രവേശനോത്സവം. അപ്പോൾ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും സ്കൂൾ അധികൃതർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. യെസ്, വ്യക്തമാണ്. അതോടൊപ്പം ആ സമയത്ത് ആരും, പ്രത്യേകിച്ച് ഇത് വിവാദമാകുന്നു, അതിനുശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതർ പറയുന്നത് JCA ആണ് ഈ അതിഥിയെ കൊണ്ടുവന്നത്, ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് സ്കൂളിൻ്റെ വിശദീകരണം. JCAയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ? എന്താണ് അവർ ഈ വിഷയത്തിൽ ഇതേക്കുറിച്ച് പറയുന്നത്? കാരണം ഈ മുകേഷ് നായർ ഇതുപോലെ ഒരു പോക്സോ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്ന് അവർക്ക് അറിവില്ലായിരുന്നു, അതോ അറിഞ്ഞുകൊണ്ടും ഇയാളെ മുഖ്യാതിഥിയായി പരിപാടിയിൽ ചടങ്ങിന് ക്ഷണിച്ചതാണോ? ഇതിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് മുകേഷ് നായർ ഉൾപ്പെടെ മുന്നേ ഫേസ്ബുക്കിൽ തനിക്കെതിരെ വ്യാജമായി പരാതി നടത്തിയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസിന്റെ അന്വേഷണ പരിധിയിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ എളുപ്പത്തിൽ ഈ സന്നദ്ധ സംഘടനയ്ക്ക് കൈകഴുകാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു മാതൃകയാവേണ്ട വ്യക്തി ആയിരിക്കണം. അതായത് നിയമത്തിന്റെ മുന്നിൽ ആരോപണ വിധേയനം മാത്രമാണെങ്കിൽ പോലും ഇത്തരത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചതിന് ശേഷം കുട്ടികളെ മുന്നിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വ്യക്തതയുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന സമയത്ത് ഇതിൽ ആരും സന്നദ്ധ സംഘടനയാണെങ്കിലും സ്കൂൾ അധികൃതരാണെങ്കിലും ഈ കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഒരു വ്യക്തത കുറവുണ്ട്. കാരണം ഒരു വളരെ പ്രമാദമായ കേസായിരുന്നു ഈ ഒരു കേസ്. കാരണം 16 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ കോവളത്തെ ഒരു റിസോർട്ടിൽ ഫോട്ടോഷൂട്ട്, അതായത് ബ്ലോഗിംഗ് ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയും ഫോട്ടോഷൂട്ടിനിടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചു, അർദ്ധനഗ്നയായി അഭിനയിക്കാൻ നിർബന്ധിച്ചു എന്ന തരത്തിലുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഈ പെൺകുട്ടിയുടെ അമ്മയും ഈ പെൺകുട്ടിയും ആരോപിച്ചിരുന്നു. പരാതി അത്തരത്തിലായിരുന്നു. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ആരോപണങ്ങൾ വളരെ ഗുരുതരമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കുട്ടിയാണ്, പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. ഇവിടെയുള്ള കുട്ടികളും ചെറിയ മക്കളാണ്. ഇത്തരത്തിലുള്ളൊരു മാതൃക പിന്തുടരുന്നത് വളരെ തെറ്റായ ഒരു നടപടിയാണെന്ന് തന്നെ. കാരണം ഇത്തരത്തിൽ ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഈ പോക്സോ വകുപ്പ്, അതേപോലെ തന്നെ ലഹരി, കുട്ടികളുടെ റാഗിംഗ് ഉൾപ്പെടെയുള്ള തെറ്റായ രീതികളൊക്കെ തിരുത്താനും നല്ലൊരു പൗരന്മാരായി കൊണ്ടുവരാനുള്ള ഒരു നീക്കം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പാഠപുസ്തകങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള പാഠ്യേതര പഠനങ്ങൾ നടത്താനുള്ള ഒരു ഒരുക്കങ്ങളും അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 13-ാം തീയതി വരെയും പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ 22-ാം തീയതി വരെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രവേശനോത്സവ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗം, അതായത് ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്നത് ഒരു ഗുരുതരമായ ഒരു കുറ്റം ആയിട്ട് തന്നെ കാണാം. കാരണം
എത്രയൊക്കെ അറിയില്ല എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഒരു കേസ് നടക്കുന്നതും അത്തരത്തിലുള്ള ഒരു സംഭവം ഈ സന്നദ്ധ സംഘടനയോ സ്കൂൾ അധികൃതരോ അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്ക് എത്ര കണ്ടത് വിശ്വസിക്കാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊരു കൃത്യമായ ഒരു അന്വേഷണത്തിൽ മാത്രമേ ഇതെത്രത്തോളം ഏത് സന്നദ്ധ സംഘടനയുടെ ഭാഗത്താണോ അധ്യാപകരുടെ ഭാഗത്താണോ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. കേട്ടോ, വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകി. ഇവിടെ വീഴ്ച ആർക്കാണ് സംഭവിച്ചത്? എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി വേണ്ടതാണ്. പ്രത്യേകിച്ചും യൂട്യൂബർമാർ, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇക്കാലത്ത് വിദ്യാർത്ഥികളിൽ, പ്രത്യേകിച്ചും പുതിയ തലമുറയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വേടനെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ മുകേഷ് എം നായരെ പോലുള്ള ആളുകളൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഭാഗത്ത് ചെറിയ വീഴ്ച സംഭവിച്ചാൽ പോലും അത് പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ്. മുകേഷ് എം നായർ പോക്സോ കേസിലെ പ്രതിയാണ്. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന കേസിലാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്ന നടപടിയെടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ആളുകളെ, അതായത് ഒരു പൊതു ചടങ്ങിൽ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സ്കൂളുകളുടെയൊക്കെ ചടങ്ങുകളിൽ ഒരു അതിഥിയെ ക്ഷണിക്കുമ്പോൾ അയാളുടെ പശ്ചാത്തലം കൂടി എന്താണെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം സ്കൂൾ അധികൃതർക്കുണ്ട്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പൊള്ളാച്ചിയിൽ മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. പൊന്മുത്തു നഗറിൽ താമസിക്കുന്ന മലയാളി കുടുംബത്തിലെ പെൺകുട്ടി അശ്വികയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഉദുമൽപേട്ട അണ്ണാനഗർ സ്വദേശി പ്രവീൺ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്, വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനൊക്കെ യുവതികളെ പെട്രോൾ ഒഴിച്ച് കുത്തിക്കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ ഒരു മലയാളി പെൺകുട്ടിക്കാണ് ഈ ഒരു ദുർഗതി ഉണ്ടായത്. എന്താണ് സംഭവിച്ചത് ഷംന? ടോം, കഴിഞ്ഞ 5 വർഷമായി പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് പ്രവീൺ കുമാറും കുടുംബവും താമസിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് അണ്ണാമലയിലേക്ക്, അതായത് പൊന്മുത്ത് നഗറിലാണ് ഈ പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്നത്. ഇവിടെയായിരുന്നു ഈ പ്രവീൺ കുമാറും കുടുംബവും ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇവർ അണ്ണാമല നഗറിലേക്ക് താമസം മാറുന്നത്. അതിനുശേഷം ഇയാൾ പ്രവീൺ കുമാർ നിരന്തരമായി ഈ പെൺകുട്ടിയെ വിളിക്കാറുണ്ടായിരുന്നു, വിളിച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നു, പ്രണയാഭ്യർത്ഥന നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈ പെൺകുട്ടി നിരന്തരം നിരസിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ഈ സുഹൃത്തുക്കളുമായുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതോടുകൂടിയാണ് പിന്നീട് ഇന്നലെ രാത്രി, കഴിഞ്ഞ ദിവസം രാത്രിയും ഈ പെൺകുട്ടിയെ ഇയാൾ പ്രവീൺ കുമാർ വിളിച്ച് ശല്യം ചെയ്യുകയും അതിനുശേഷം ഇന്ന് ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് ഇയാൾ അതിക്രമിച്ച് വീട്ടിൽ കയറുകയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയെ കഴുത്തിലും നെഞ്ചിലും ഉൾപ്പെടെ ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചു. വളരെ ഗുരുതരമായി പരിക്കേറ്റ ഈ യുവതിയെ പിന്നീട് അയൽവാസികളാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നെഞ്ചിലും കഴുത്തിലും ഉൾപ്പെടെ വളരെ ആഴത്തിലുള്ള ഗുരുതരമായ പരിക്കുകളായിരുന്നു, മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പ്രതി സംഭവ സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു. പിന്നീട് ഇയാൾ സ്വമേധയാ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അയൽവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് അയൽവാസികൾ ചേർന്ന് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വളരെ ഗുരുതരമായ പരിക്കായതിനാൽ തന്നെ മരണം സംഭവിച്ചു. പ്രകോപനമാണോ കാരണം, അതോ ഇതിനു മുൻപ് ഈ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ഇയാളുടെ ഭാഗത്തുനിന്ന്, പ്രതിയുടെ ഭാഗത്തുനിന്ന് ഈ പെൺകുട്ടിക്ക് നേരെ ഭീഷണിയോ മറ്റോ ഉണ്ടായിരുന്നോ? ടോം, അത്തരം കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എങ്കിലും കഴിഞ്ഞ 5 വർഷമായി ഈ യുവതിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് ഈ പ്രതി പ്രവീൺ കുമാർ താമസിച്ചിരുന്നത്. അന്ന് മുതൽ തന്നെ പ്രവീൺ കുമാർ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. പിന്നീട് അതിനുശേഷം ഈ യുവാവ് അണ്ണാനഗറിലേക്ക് താമസം മാറിയതിനു ശേഷം നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ് വിവരം. അതിനുശേഷം ഈ യുവതി നിരന്തരം ഈ പ്രണയാഭ്യർത്ഥന നിരസിച്ചിരുന്നു. ഒപ്പം തന്നെ ഇയാളുടെ ശല്യം ഒഴിവാക്കാൻ ഈ പെൺകുട്ടി നിരന്തരം ശ്രമിച്ചിരുന്നു. ഈ പെൺകുട്ടി 2ാം വർഷ BSc വിദ്യാർത്ഥിനിയാണ്, BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി. അങ്ങനെ പഠനത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രണയാഭ്യർത്ഥന വരുന്നതൊക്കെ. പക്ഷേ ഈ പെൺകുട്ടി അതിലൊന്നും വകവെക്കാതെ, അതൊന്നും മുഖവിലക്കെടുക്കാതെ പിന്നീട് പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇതൊക്കെ ഇയാളിൽ പ്രകോപനമുണ്ടാക്കിയിരുന്നു. അതായത് ഇയാളെ മനഃപൂർവ്വം ഈ പെൺകുട്ടി ഒഴിവാക്കുന്നു, ഒപ്പം തന്നെ മറ്റ് സുഹൃത്തുക്കളുടെ കൂടെ സമയം ചിലവഴിക്കുന്നു. ഇതൊക്കെ ഈ യുവാവിൽ പ്രകോപനമുണ്ടാക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും യുവതി
ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതിക്ക് പ്രകോപനമുണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത്, അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പെൺകുട്ടിയുടെ അശ്വികയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് ഈ പ്രതി വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി അകത്ത് കയറി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഈ പ്രതി കയ്യിൽ വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രകോപനമാണെങ്കിലും മറ്റെന്ത് കാരണമാണെങ്കിലും ഒരാളെ കൊലപ്പെടുത്തുക അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഈ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലുള്ള ഒരു കൊലപാതകം അത് തന്നെയാണ് ആയിഷത്തുൽ ഷംന പറഞ്ഞതുപോലെ അതൊരു അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു. പ്രണയം നിരസിച്ചതിന്റെ പേരിലാണ് മലയാളി പെൺകുട്ടിയെ തമിഴ്നാട്ടിൽ യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയത്. എറണാകുളം പിറവത്ത് +2 വിദ്യാർത്ഥിയെ കാണാൻ നിന്ന പരാതിയും കൊല്ലത്ത് മുടി വെട്ടിയില്ലെന്നാരോപിച്ച് 14 കുട്ടികളെ സ്കൂളിന്റെ ഗേറ്റിൽ നിന്ന് പുറത്താക്കിയെന്ന വാർത്തയുമുണ്ട്. അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കൊല്ലത്ത് മുടി വെട്ടിയില്ലെന്നാരോപിച്ച് 14 കുട്ടികളെ ഗേറ്റിന് പുറത്താക്കി സ്കൂൾ അധികൃതർ. കൊല്ലം ഉമേനരൂരിലാണ് സംഭവം. മുടി വെട്ടിയില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ അധ്യാപകർ ഗേറ്റിന് വെളിയിലാക്കുകയായിരുന്നു. കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ടുണ്ടെന്നും അവരുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ആരെന്ന് പറഞ്ഞാൽ കുറെ പിള്ളേരെ അകത്തിട്ടുണ്ട്, താടിയും മുടിയും വളർത്തിയിട്ടുള്ള. അവരാരെ ഇറക്കിയിടാൻ ഞങ്ങളെ മാത്രം ഇടക്കിട്ട് മുടിയും താടിയും വളർത്തുക എന്നുള്ള പേര്. കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയമാരെ വരെ ക്ലാസ് ഇരുത്തിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഈ വർഷം മാത്രമാണ് ഇത്രയും ഫിറ്റ് കാണിച്ചേക്കുന്നത്. 10-14 പിള്ളേരെ മഴയത്ത് ഇറക്കിയിട്ട് രാവിലെ. ഇന്നലെ ഇറക്കിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച മുടി കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. നാളെ മുടി കെട്ടിട്ട് വരാനാണ് അവർ പറയുന്നത്. എല്ലാവരും എത്ര പേരെ പുറത്തിറങ്ങി? ഇപ്പൊ 10-14 പേരുണ്ട്. 14 പേര്. എത്ര പഠിക്കും നിങ്ങൾ? ഞങ്ങൾ +1. ഇപ്പൊ +2. ടീച്ചർ എന്താ ഇപ്പൊ പറയാൻ? ടീച്ചർ ഇപ്പൊ അകത്ത് പോലും കേട്ടുന്നില്ല, വെളിയിൽ പോവാൻ. കുറച്ചുമേ മഴയത്ത് ഇറക്കിയിട്ട് അവര് മഴയത്ത് ഇറക്കിയിട്ട് ഇപ്പൊ വെയിലായി. ഇന്നലെ ഇതാണ് കാര്യം, ഇറങ്ങി വെളി ഇറക്കി വിടുക. സ്കൂൾ ഗ്രൗണ്ടാണ്, കേരള പിള്ളേർക്ക് അസുഖം അവര് പറയും. സ്കൂള് വൃത്തിയാക്കിയിട്ടാണ് പിള്ളേരെ വൃത്തിയാക്കുന്നത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഓരോ സ്കൂളുകൾക്കും നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മുടി നീട്ടി വളർത്തരുത്. പ്രത്യേകിച്ച് ഇന്ന് പല രീതിയിലുള്ള ട്രെൻഡിലുമാണ് കുട്ടികൾ സ്കൂളിലെത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണോ ഈ സ്കൂൾ അധികൃതർ 14 കുട്ടികളെ ഗേറ്റിന് പുറത്താക്കിയത്? എന്താണ് സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം? തീർച്ചയായും ടോം, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കൊല്ലം ഉമയനല്ലൂർ മൈലാപ്പൂർ എന്ന സ്ഥലത്താണ് സ്വകാര്യ സ്കൂളിൽ +2 വിദ്യാർത്ഥികളാണ് 14 പേരെയാണ് ഗേറ്റിന് പുറത്താക്കിയത്. ഇവർ മുടി വളർത്തി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ സ്കൂൾ അധികൃതരുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇവർ എല്ലാ ദിവസവും താമസിച്ചിട്ട് ഒപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ താമസിച്ചു വരുന്നവരാണ്. ഇവർക്ക് ചെറിയ ഒരു പണിഷ്മെന്റ് ആണ് കൊടുത്തത്. ഇവർ നല്ല രീതിയിൽ ഇനി കൃത്യമായി ക്ലാസ്സുകളിൽ എത്തുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു പണിഷ്മെന്റ് കൊടുത്തു. രക്ഷിതാക്കളുമായിട്ട് എത്തണം എന്നുള്ളൊരു നിർദ്ദേശം വെക്കുകയും ചെയ്തു. അങ്ങനെ എന്തായാലും രക്ഷിതാക്കൾ വരികയും ഈ മാനേജ്മെന്റുമായി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. എന്തായാലും തുടർ പഠനത്തിന് നാളെ മുതൽ ഇവരെത്തും. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും ഇവർ മുടി നീട്ടി വളർത്തിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. ഈ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. മുടി നീട്ടി വളർത്തിയതിനെ തുടർന്നാണ് ഞങ്ങളെ പുറത്താക്കിയതെന്നുള്ളൊരു ആരോപണമായിരുന്നു ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവർ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്, മുടി വെട്ടാൻ കട തുറക്കില്ല, നാളെ മുടി വെട്ടിയിട്ടൊക്കെ എത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നും പറയുന്നു. പക്ഷേ അധികൃതർ അത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല, ഈ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇന്നതാണ്. അവർക്ക് ചെറിയൊരു ശിക്ഷ കൊടുത്തതാണ്. രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തുടർന്ന് നാളെ മുതൽ അവർ കൃത്യമായി സ്കൂളിലെത്തും എന്നുള്ളൊരു ഉറപ്പിന്മേലെ അവർ വിട്ടയക്കുകയും ചെയ്തു. തീർച്ചയായും വിനീഷ്, ഇന്നലെ പത്തനംതിട്ടയിൽ സമാനമായൊരു സാഹചര്യത്തിൽ മുടി ശരിയായ രീതിയിൽ വെട്ടിയില്ലെന്ന് പറഞ്ഞ് ഒരു വിദ്യാർത്ഥിയെ സ്കൂളിന് പുറത്താക്കി മണിക്കൂറോളം ക്ലാസ്സിന് വെളിയിൽ നിർത്തി. പിന്നീട്
ആ വിദ്യാർത്ഥിയുടെ പിതാവ് എത്തി സ്കൂളിനെതിരെ പരാതി നൽകുന്നു. കാരണം മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് തൻ്റെ മകനെ ഇങ്ങനെ പുറത്താക്കിയത് അവന് മാനസികമായി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞ് സ്കൂളിനെതിരെ പരാതി നൽകി. പിന്നെ അവസാനം അത് ഒത്തുതീർപ്പാക്കിയെങ്കിൽ പോലും ഇങ്ങനെ കുട്ടികളെ ന്യായീകരിക്കുന്ന രീതിയിൽ മാതാപിതാക്കൾ സ്കൂളിലെത്തും, പ്രശ്നങ്ങളുണ്ടാക്കും. ഒരുപക്ഷെ അത് കുട്ടികളിൽ മാനസികമായ ആഘാതം ഉണ്ടാക്കും, അവരെ മുറിവേൽപ്പിക്കുമെങ്കിൽ പോലും ഇത്തരം ശിക്ഷാ നടപടിയൊക്കെ, കാരണം സ്കൂളിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വമാണ്. മാതാപിതാക്കളെ അവരെ ന്യായീകരിച്ച് രംഗത്തെത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. കുട്ടികൾക്കും അറിയാം, അത് ഒരുപക്ഷെ അവർക്ക് തോന്നാം, ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ ന്യായീകരിക്കും, ഞങ്ങളെ സംരക്ഷിക്കുമെന്ന്. ഇവിടെ അത്തരമൊരു നിലപാട് മാതാപിതാക്കൾക്കുണ്ടോ? ഈ സ്കൂളിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമുണ്ടോ? അതോ ഈ സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണോ, മുടിവെട്ടി സ്കൂളിൽ തിരികെ പ്രവേശിക്കാൻ തന്നെയാണോ ഈ കുട്ടികളുടെ തീരുമാനം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സ്കൂളിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇവർക്ക് അഡ്മിഷൻ നൽകുമ്പോൾ തന്നെ സ്കൂളിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സ്കൂളിൽ വന്ന് പഠിച്ചുകൊള്ളാം എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് അവർക്ക് അവിടെ അഡ്മിഷൻ പോലും ലഭിക്കുന്നത്. തുടർന്ന് ഈ മാനദണ്ഡങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് മാനേജ്മെന്റ് അത് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് കുട്ടികൾ രാവിലെ സ്കൂളിലെത്തിയപ്പോഴായിരുന്നു ഇവരെ ഗേറ്റിന് പുറത്താക്കിയത്. ഇതിനകത്ത് വേറെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നത്, ഇന്ന് മഴ പെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ടോം, സമയത്ത് നല്ല മഴയായിരുന്നു, അതുപോലെ ഈ സ്കൂളിലും മഴ പെയ്തു. അപ്പോൾ ഈ മഴ സമയത്ത് ഇവർ ഗേറ്റിന് വെളിയിൽ നിന്ന് മഴ നനഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മഴ നനഞ്ഞു നിന്നിട്ട് പോലും തങ്ങളെ ക്ലാസ്സിൽ കയറ്റിയില്ല, അല്ലെങ്കിൽ സ്കൂൾ വരാന്തയിൽ പോലും കയറ്റിയില്ല എന്നുള്ളൊരു ആരോപണം ഈ കുട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും മാനേജ്മെന്റുമായിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ രക്ഷിതാക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ, സ്കൂളിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇവരെത്താം എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഇവർ തിരിഞ്ഞു പോയിരിക്കുന്നത്. സ്കൂളിനും ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് കേട്ടോ. തീർച്ചയായും വിനീഷ്, പക്ഷേ ഈ കുട്ടികൾ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഇതിനേക്കാളും കൂടുതൽ മുടി നീട്ടി വളർത്തി വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടല്ലോ, അന്നൊന്നും പ്രശ്നം ഉണ്ടായില്ലല്ലോ, പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ മാത്രം ഈ നടപടിയെന്ന്? അങ്ങനെ ഈ പതിവായി ഇതേ രീതിയിൽ അച്ചടക്ക ലംഘനങ്ങൾ കുട്ടികളുടെ ഭാഗത്തുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്കൂൾ അധികൃതർ നിയമം കർശനമാക്കിയത്? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. കാരണം ഇവർ മിക്ക സമയങ്ങളിലും താമസിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇവർ ഇനി താമസിച്ചു വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ശിക്ഷ നൽകിയതാണ്. ഇനി ഇവർ കൃത്യസമയത്ത് സ്കൂളിലെത്തണം എന്നുള്ളൊരു, ഇവർക്കൊരു ബോധ്യം വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെറിയ ഒരു ശിക്ഷ നൽകിയതെന്നാണ് അറിയുന്നത്. പക്ഷേ ഈ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ വർഷങ്ങളിലും മുടി നീട്ടി വളർത്തിയും താടി വളർത്തിയും ഒക്കെ കുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ ആരെയും പുറത്താക്കിയിട്ടില്ല. ഇപ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. ഈ ക്ലാസ്സിലിരിക്കുന്ന ചില കുട്ടികൾ താടി വളർത്തിയിട്ടുണ്ട്, മുടി വളർത്തിയിട്ടുണ്ട്. പക്ഷെ തങ്ങളെ മാത്രമാണ് ഈ ടാർഗറ്റ് ചെയ്തതുപോലെ പുറത്താക്കിയത് എന്നാണ് ഈ കുട്ടികൾ ആരോപിക്കുന്നത്. പക്ഷെ എന്തായാലും ഒരു പ്രശ്നത്തിലൊരു പരിഹാരമായിട്ടുണ്ട്. കുട്ടികളുടെ ഭാവി പ്രധാനമാണ്. ഇനി ഇവർ കൃത്യമായിട്ട് സ്കൂളിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്കൂളിലെത്തി പഠിക്കട്ടെ ടോം. നമുക്കത് തന്നെയാണ് ആശംസിക്കാനുള്ളത്. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകി. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണം. അതൊരു പക്ഷേ അവർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. പ്രായത്തിൻ്റെ പ്രശ്നമാണ്, കൗമാരക്കാരാണ്, എല്ലാത്തിനോടും ഒരു റിബൽ മനോഭാവം ചില കുട്ടികൾക്കിടയിൽ ഉണ്ടാകാം. പക്ഷെ അതിനെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ മക്കളുടെ തെറ്റിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന മാതാപിതാക്കളാണ് പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ വഷളാക്കുന്നത്. അവരെ ഇങ്ങനെ ന്യായീകരിച്ച് നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഒന്ന് സ്കൂളിൽ അധ്യാപകർ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ നടിച്ചു എന്ന് പറഞ്ഞ് വലിയ കൊടി പിടിച്ച് പിന്നെ സ്കൂളിലേക്ക് ചെല്ലുക, സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ, അധ്യാപകർക്കെതിരെ പ്രതിഷേധം സൃഷ്ടിക്കുക, അത് കുട്ടികളുടെ തെറ്റായ സന്ദേശമാണ്. നാളെ നിങ്ങൾക്കെതിരെയും അവർ കൊടി പിടിക്കുമെന്നാണ് ഈ രക്ഷിതാക്കളും തിരിച്ചറിയേണ്ടത്. എറണാകുളം പിറവത്ത് നിന്നും +2 വിദ്യാർത്ഥിയെ കാണാതായ കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് കാണാതായത്. പാമ്പാക്കുട ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോയ വിദ്യാർത്ഥി ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. പിറവം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ സ്കൂൾ തുറന്ന് ആദ്യ ദിവസം തന്നെ അർജുൻ രഘുവിനെ കാണാതാകുന്നു. ഇവിടേക്കാണ് പോയതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, സൂചനകളുണ്ടോ? വീട്ടിലോ സ്കൂളിലോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലാണോ വീട് വിട്ടുപോയത്?
എന്തായാലും ഏറ്റവും ഒടുവിലായി പോലീസ് പറയുന്ന വിവരം അനുസരിച്ച് പിറവത്ത് നിന്നും 5 കിലോമീറ്റർ അപ്പുറം പേപ്പാടി എന്നൊരു സ്ഥലത്താണ് ഈ അർജുൻ ഇറങ്ങിയത്, ബസ്സിൽ ഇറങ്ങിയതെന്നാണ് പറയുന്നത്. ഇന്നലെ രാവിലെ +2ലാണ് ഇപ്പോൾ അർജുൻ പഠിക്കുന്നത്. +2 സ്കൂൾ തുറന്നു. +1ന്റെ റിസൾട്ട് ഇന്നലെ വരികയും ചെയ്തിരുന്നു. +2 രാവിലെ ക്ലാസ്സിലേക്ക് പോകുന്ന എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളും കാണാം. ബാഗുമായാണ് കുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. പക്ഷേ വൈകിട്ട് സ്കൂൾ വിട്ട സമയം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കാണാത്തത് കൊണ്ടാണ് മാതാപിതാക്കൾ അമ്മ ഫോൺ എടുത്ത് സ്കൂളിലേക്ക് വിളിക്കുന്നതിനിടയിലാണ് സ്കൂളിൽ നിന്നൊരു മെസ്സേജ് കുട്ടിയുടെ അമ്മ കാണുന്നത്. കുട്ടി ഇന്ന് ക്ലാസ്സിലെത്തിയിരുന്നില്ല, ഇന്ന് ആബ്സെൻ്റ് ആണെന്നുള്ള വിവരം മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ കുട്ടിയുടെ അമ്മ ഇത് വൈകിട്ടോട് മാത്രമാണ് ഈ മെസ്സേജ് കാണുകയും ചെയ്തത്. ഉടനെ ഈ കുട്ടിയുടെ സഹപാഠികളെയും ഒപ്പം ഉണ്ടായിരുന്നവരെയും ടീച്ചേഴ്സിനെ ഒക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് കുട്ടി ഇന്ന് സ്കൂളിലേക്ക് വന്നില്ല എന്നാണ്. വീട്ടുകാർ പറയുന്നത് പ്രകാരം മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ സ്കൂളിൽ പോകുന്നത് പോലെ പോകുന്ന തന്നെയായിരുന്നു. അസ്വാഭാവികമായി ഒന്നും തന്നെ തോന്നിയില്ല. പോലീസ് പറയുന്നത് പ്രകാരം ചിലപ്പോൾ +1ന്റെ റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും വിഷയത്തിൽ തോൽക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കും കുട്ടി അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അപ്പോഴും മാതാപിതാക്കൾ പറയുന്നത് പഠിക്കാൻ മിടുക്കനായ കുട്ടിയാണ്, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ കുട്ടിയാണ്. ഇപ്പോൾ പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർക്ക് കുറഞ്ഞാലും ശകാരിക്കുന്ന ഒരു മാതാപിതാക്കളല്ല തങ്ങളെന്നാണ് കുടുംബവും പറയുന്നത്. പിന്നെ എന്താണ് അർജുൻ ഇങ്ങനെ തോന്നാൻ കാരണമെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പേപ്പാടിയിൽ ഇറങ്ങി എന്ന ഒരു കണ്ടക്ടറാണ് പറഞ്ഞത്. വീട്ടിൽ നിന്നും അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു. ആ ബസ് സ്റ്റോപ്പിൽ ബസ് കയറി 10 രൂപ മാത്രമായിരുന്നു അർജുൻ്റെ കയ്യിലുണ്ടായിരുന്നത്. കണ്ടക്ടർ ചോദിക്കുന്നു എവിടേക്ക് പോകാനാണെന്ന് ചോദിച്ചപ്പോൾ 10 രൂപ കൊടുത്തിട്ട് അതെവിടെയാണോ അവസാനത്തെ സ്റ്റോപ്പ് അവിടെ ഇറക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് പേപ്പാടിയിൽ ഇറക്കിയത്. ആ പ്രദേശങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിൽ പോലും ഈ കുട്ടിയെക്കുറിച്ചുള്ള വിവരം ഒന്നും തന്നെ ലഭിച്ചില്ല. വീട്ടുകാരൊക്കെ വലിയ ആശങ്കയിൽ കൂടിയാണ് ഇപ്പോഴും. ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. ഇന്നലെ പുലർച്ചെ 2 മണിവരെയൊക്കെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. പിറവം പോലീസുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ പോലീസ് പറയുന്നത് കുട്ടിക്കായുള്ള അന്വേഷണം തുടരുന്നു എന്നാണ്. കയ്യിൽ ഫോണില്ല എന്നിരുന്നതും ഒരു വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. കുട്ടിയുടെ അമ്മയുടെ കയ്യിലാണ് ഫോണുള്ളത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ ഫോണിൽ നിന്നാണ് മറ്റ് സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുന്നത്. സുഹൃത്തുക്കൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവുമില്ല. 2 സഹോദരിമാരുണ്ട്, അവർക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ അറിയില്ല. എന്താണ് പെട്ടെന്ന് ഈ കുട്ടിക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണാതെ പോയത് എന്നുള്ളൊരു ആശങ്കയിലും ദുഃഖത്തിലും തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും. തീർച്ചയായും നവമി, കാരണം ഇപ്പോഴും എന്താണ് ഇതിൻ്റെ കാരണം എന്നറിയത്തില്ല. ഈ ഒരു 2 മാസത്തോളം സ്കൂൾ അവധിയായിരുന്നു. അതിനുശേഷം സ്കൂളിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലൊക്കെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സ്കൂളിലെത്തുമ്പോൾ ആ പ്രശ്നമൊക്കെ മാറേണ്ടതാണ്. അതോ സ്കൂളിൽ പോകാനുള്ള എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചിലപ്പം +2ലാണ് പഠിക്കുന്നത്, അതിൻ്റെ സമ്മർദ്ദം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ വിദ്യാർത്ഥിയെ അലട്ടിയിരുന്നോ? കുടുംബം പറയുന്നത് പ്രകാരം സാധാരണ പോലെയാണ്. സാധാരണ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് അന്നത്തെ ദിവസം ഇന്നലെയും രാവിലെ അർജുൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. +1ന്റെ റിസൾട്ട് വരുമെന്ന് കുടുംബത്തോട് പറഞ്ഞിരുന്നു. അതിൽ പ്രത്യേകിച്ച് കുട്ടിക്ക് ആശങ്കയുള്ളതായിട്ട് അറിയില്ല. കാരണം 10ാം ക്ലാസ്സിലും നല്ല മിടുക്കനായി പഠിച്ചതാണ്, ഫുൾ A+ വാങ്ങിയ കുട്ടിയാണ്. മറ്റ് കൂട്ടുകെട്ടുകളൊന്നും തന്നെയില്ല. സുഹൃത്തുക്കളോടും എല്ലാവരോടും നല്ലതുപോലെയാണ് പെരുമാറുന്നത്. ടീച്ചർമാർക്കുമൊക്കെ മികച്ച അഭിപ്രായമാണ് അർജുനെ കുറിച്ച്. പക്ഷെ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് ഇപ്പോഴും മാതാപിതാക്കൾക്കും അറിയില്ല. പോലീസ് പറയുന്നത് ചിലപ്പോൾ +1ന്റെ റിസൾട്ട് വരുമ്പോൾ അതിലെന്തെങ്കിലും കുട്ടിക്ക് മാർക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ ശകാരിക്കുമോ എന്ന് ഭയന്നാണോ എന്നുള്ളൊരു സംശയമാണ് പോലീസും പറയുന്നത്. മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെയുള്ള സഹകാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മാതാപിതാക്കളുമായിട്ടോ കുടുംബത്തിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. എങ്കിൽ പോലും എന്താണ് ഇതിലെ കാരണമെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വലിയ ആശങ്കയായി തുടരുന്നുണ്ട്. ഈ പേപ്പാടിയിൽ ഇറങ്ങി എന്നത് മാത്രമാണ് അവസാനമായി കിട്ടുന്ന മൊഴി, അതും ഈ കണ്ടക്ടറുടെ മൊഴി. പിന്നീടുള്ള CCTVകളിലും ആ വശത്തേക്കുള്ള CCTVകളിലും ഒന്നും തന്നെ കുട്ടിയുടെ ദൃശ്യങ്ങൾ പെട്ടിട്ടുമില്ല. അതും പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ അന്വേഷണം നഗരത്തിലൊക്കെ വലിയ ഊർജിതമായി നടക്കുന്നുണ്ട്. മാധ്യമങ്ങളിലടക്കം ഇവർ ഇത്തരത്തിൽ വാർത്ത നൽകി, പരസ്യം നൽകി. കുട്ടീനെ കണ്ടുകിട്ടുന്നവർ
അറിയിക്കേണ്ട നമ്പർ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മാതാപിതാക്കൾ അർജുനായി കാത്തിരിക്കുന്നത്. ടോം. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മാതാപിതാക്കൾ കുട്ടിക്ക് വിദ്യാർത്ഥിയെ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. എന്താണ് പ്രശ്നമെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. പോലീസ് വിദ്യാർത്ഥിക്ക് വേണ്ടി പ്ലസ് ടു വിദ്യാർത്ഥിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. KSU നേതാക്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. ആഷിഖ് ബൈജുവിന്റെ പരാതിയിൽ കൊല്ലം ഇരവിപുരം പോലീസ് 3 നേതാക്കൾക്കെതിരെ കേസെടുത്തു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർക്കെതിരെയാണ് പോലീസിന്റെ നടപടി. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇത് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരാണ് ഈ രീതിയിൽ ഹണി ട്രാപ്പ് നടത്തിയിരിക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത് സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അതോ വ്യക്തിവിരോധമാണോ ഈ ഹണി ട്രാപ്പിൽ പെടുത്താനുള്ള ഈ നേതാവിനെ ആഷിഖിനെ ഹണി ട്രാപ്പിൽ പെടുത്താനുള്ള കാരണം? വിനീഷ്, എന്താണ് ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത്? KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയാണ് KSU സംസ്ഥാന നേതാക്കൾ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതെന്നുള്ളൊരു പരാതി ഉയർന്നിരിക്കുന്നത്. KSU ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിന്റെ പരാതിയിൽ കൊല്ലം ഇരവിപുരം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ തനിക്കെതിരെ ബലാത്സംഗ കുറ്റം ആരോപിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചു എന്നാണ് ഈ ആഷിഖിന്റെ പരാതിയിൽ പറയുന്നത്. 2 സംസ്ഥാന നേതാക്കൾക്കും ഒരു ജില്ലാ നേതാവിനും എതിരെയാണ് ഇരവിപുരം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ യദു കൃഷ്ണൻ പറയുന്നത് ഇതൊരു വ്യാജ പരാതിയാണെന്നും തങ്ങൾ മാനനഷ്ടത്തിനായിട്ട് കേസ് കൊടുക്കും എന്നുള്ളൊരു വിശദീകരണമാണ് ഈ യദു കൃഷ്ണൻ പറയുന്നത്. തീർച്ചയായും ഈ 3 നേതാക്കൾക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. KSUവിനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കിയൊരു കേസാണ്. അങ്ങനെയെങ്കിൽ സംഘടനാ തലത്തിലും ഇവർക്കെതിരെ ഈ നേതാക്കൾക്കെതിരെ നടപടി വേണ്ടതല്ലേ വിനീഷ്? അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നുണ്ട് ടോം. എന്തായാലും ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങളടക്കം ഉണ്ടായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ വ്യക്തത ഇതിൽ വരാനുണ്ട്. പക്ഷേ ഈ യദുകൃഷ്ണൻ പറയുന്നത് വ്യാജ പരാതിയാണെന്നുള്ള ഒരു ആരോപണത്തിലാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. യദുകൃഷ്ണൻ അല്പസമയത്തിനകം തന്നെ നമുക്കൊരു പ്രതികരണം തരും. വ്യാജ പരാതിയാണെന്നും മാനനഷ്ടത്തിനെതിരെ താൻ കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ KSU സംസ്ഥാന നേതാക്കൾ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് വലിയൊരു ആരോപണം തന്നെയാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ടോം, ഇത് ഇത്തരമൊരു സംഭവം യഥാർത്ഥത്തിലുള്ളതാണോ? കാരണം ഇങ്ങനെ ഒരു ഓഡിയോ പ്രചരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ പരാതിക്കാരനായിട്ടുള്ള KSU സംസ്ഥാന സെക്രട്ടറി ആഷിഖ് ഈ രീതിയിൽ ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ യുവതിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ, മോശമായി സംസാരിച്ചിട്ടുണ്ടോ? ആ ഓഡിയോ സംഭാഷണത്തിന്റെ വസ്തുത എന്താണ്? ഒരു സ്ത്രീ തനിക്കെതിരെ ബലാത്സംഗ കുറ്റം ആരോപിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് പ്രചരിപ്പിച്ചതെന്നാണ് ആഷിഖിന്റെ പരാതിയിൽ പറയുന്നത്. ഇത്തരം ഓഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാൾ പരാതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പോലീസ് ഇതിന്റെ ഒരു വസ്തുത അന്വേഷിക്കുന്നുണ്ട്. ഇന്നാണ് ഇത് പരാതി നൽകിയതും FIR ഇട്ട് കേസെടുത്തതും. ഇതിന്റെ കൂടുതൽ വ്യക്തത ഇനി വരാനിരിക്കുന്നു. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെയാണ്. KSU സംസ്ഥാന നേതാക്കൾ തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്നുള്ള വലിയൊരു പരാതിയാണ് ഇപ്പോൾ ഉള്ളത്. കേട്ടോ, എന്താണ് ഈ വിഷയത്തിൽ KSU ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പറയുന്നത്? അങ്ങനെ ഒരു നിസ്സാര പ്രശ്നമല്ലല്ലോ. ഒരു സംഘടനാ തലത്തിൽ സംഘടനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്നൊരു വിഷയം. അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ വിനീഷ്? കോൺഗ്രസ് നേതൃത്വം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട്
ടോം, അല്പസമയം മുന്നെയാണ് ഇത് എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. KC സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയിപ്പോൾ വരാനിരിക്കുന്നു. പോലീസ് കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതായിട്ട് തന്നെയുണ്ട്. പക്ഷേ ഈ സംഭവം വിവാദമായപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാജ പരാതിയാണെന്നുള്ള ഒരു ആരോപണമാണ് ഈ യദുകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിലും പരാതി നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വ്യക്തത വരും സമയങ്ങളിൽ തന്നെ ഉണ്ടാവും. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തെ KSU നേതാക്കൾക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പരാതി, കേസ് വന്നിരിക്കുന്നത്. KSU നേതാക്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചതാണ് പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരുൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്ന മറ്റൊരു വാർത്തയാണ്. കേസ് ഒതുക്കാൻ ED ഉദ്യോഗസ്ഥൻ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ നിർണായക കണ്ടെത്തലുമായി വിജിലൻസ്. പ്രതികൾ പണം കൈമാറാൻ പരാതിക്കാരന് നൽകിയ മുംബൈയിലെ സ്ഥാപനം തട്ടിപ്പ് കമ്പനിയാണെന്ന് വിജിലൻസ് സ്ഥിരീകരിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് ഈ അക്കൗണ്ടിൽ നടന്നതായാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും ഇത് തട്ടിപ്പ് കമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ഇടപാടുകൾ നടന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഈ കൊല്ലത്തെ വ്യവസായിയിൽ നിന്നും മാത്രമല്ല ഇവർ പണം ആവശ്യപ്പെട്ടതിന് മുൻപും ED ഉദ്യോഗസ്ഥർ കൈക്കൂലി പണം പലരിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇവർ കോഴയായിട്ട് പണം ഈ ഒരു ഗ്യാങ് കോഴയായിട്ട് തന്നെ പണം വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൂട്ടുകെട്ടിൽ നിരവധി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയായിരുന്നു വിജിലൻസിൻ്റെ ഒരു കണ്ടെത്തൽ. അവരുടെ ഒരു തുടക്കത്തിൽ കിട്ടിയ തെളിവുകളും എല്ലാം ആ രീതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഇതിൽ നിലവിൽ വിജിലൻസ് നേരിടുന്ന ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത് ഇവർ ഒന്നാം പ്രതിയാക്കിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെതിരെ മതിയായ രീതിയിലുള്ള തെളിവുകൾ ഇതുവരെയും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ മതിയായ തെളിവുകൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുകയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കേസന്വേഷണം മുംബൈയിലേക്ക് നീങ്ങുന്നത്. ഇതിൻ്റെ പ്രധാനം ഈ ഇടനിലക്കാർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ കേസിലെ മറ്റ് പ്രതികൾ പറഞ്ഞിരിക്കുന്നത് മുംബൈയിലെ ഒരു കമ്പനിയുടെ മേൽവിലാസവും അതോടൊപ്പം തന്നെ അവരുടെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസുമാണ് നൽകിയിരുന്നത്. ഈ അക്കൗണ്ടിലേക്ക് പണം കൈമാറാനാണ് പറഞ്ഞിരുന്നത്. പരാതിക്കാരനായ ഈ അഴിമതിയെക്കുറിച്ചുള്ള പരാതിപ്പെട്ട അനീഷ് 50,000 രൂപ ആദ്യ ഗഡുവായിട്ട് തന്നെ ഇതിലേക്ക് കൈമാറിയതുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അന്വേഷണം മുംബൈയിലേക്ക് നീങ്ങുകയും ചെയ്തത്. ബോറസ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പണം കൈമാറാൻ ഇവർ നിർദ്ദേശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ഉടമ എന്ന് പറയുന്ന ഒരാൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുംബൈയിലെത്തി വിജിലൻസ് ചോദ്യം ചെയ്തപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു സ്ഥാപനം നിലവിലില്ല. പക്ഷേ ഈ അക്കൗണ്ടും കാര്യങ്ങളുമെല്ലാം ആക്റ്റീവ് തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു സാധനം ഈ ഒരു കമ്പനി നിലവിലില്ല. ഇതൊരു ഷെൽ കമ്പനി, അതായത് കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുകയും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കമ്പനിയുടെ രീതിയാണ് ഇതെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഉടമകൾ എന്ന് പറയുന്ന ഒരാൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തപ്പോൾ ഇത്തരമൊരു മേൽവിലാസം നിലവിലില്ല, ഇത്തരം കാര്യങ്ങളൊന്നും നിലവിലില്ല. പക്ഷേ ഒരു അക്കൗണ്ടിനെ വേറൊരു രീതിയിലുള്ളൊരു മറയാക്കിക്കൊണ്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ മറ്റു പലർക്കും കൂടി ഈ ഇടപാടിലെല്ലാം പങ്കുണ്ട് എന്നൊരു സംശയമാണ് വിജിലൻസിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വിശദമായ രീതിയിലേക്കുള്ള ഒരു അന്വേഷണം തീർച്ചയായും ഡാനി അതുകൂടി എന്തായാലും അന്വേഷിക്കണം. വിജിലൻസ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ED ഓഫീസിലെത്തി നോട്ടീസ് നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നോട്ടീസ് നൽകിയതെന്നാണ് വിജിലൻസ് വ്യക്തമാക്കിയത്. ഈ ED ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. കാരണം കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം നടത്തിയാൽ കൂടുതൽ ED ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്നൊരു പേടി ഉദ്യോഗസ്ഥർ EDക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ടോ ഡാനി? ടോം, ഇക്കാര്യത്തിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയും സംസ്ഥാന അന്വേഷണ ഏജൻസിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ആദ്യ പ്രാവശ്യമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ നേരത്തെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വേഴ്സസ് ED ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ED വേഴ്സസ്
വിജിലൻസ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് കഴിഞ്ഞ ദിവസം ഇവരുടെ ഓഫീസിലെത്തി, ED ഓഫീസിലെത്തി നോട്ടീസ് നൽകുന്നത്. രേഖാമൂലം തന്നെ ഇത്തരം കാര്യങ്ങൾ നടപടികളിലേക്ക് കടക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് എന്ന സംബന്ധിയായ കാര്യങ്ങളിൽ വിശദമായ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും EDയുടെ ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. സ്വാഭാവികമായും അവിടെ നിന്ന് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. കാരണം തങ്ങളുടെ അന്വേഷണത്തിൻ്റെ വരുതിയിലിരിക്കുന്ന ഒരു കാര്യങ്ങൾ സംബന്ധിയായിട്ടാണ് വന്നിരിക്കുന്നത്, ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരാം. അതുമാത്രവുമല്ല, ഈ ശേഖർ കുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷയിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന കാര്യം ജൂൺ 11 വരെയാണ് ദീർഘിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പരിഗണനയ്ക്ക് വരുമ്പോൾ വിജിലൻസിനോട് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത് എന്നത് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഈ ജൂൺ 11 വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ വിജിലൻസ് അത്തരം കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നാണ്, ശേഖർ കുമാറിനെതിരെയുള്ള പരാതിയും കാര്യങ്ങളും അടക്കം അതിൻ്റെ ഉള്ളടക്കം ബോധിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മുൻകൂർ ജാമ്യം അപേക്ഷിച്ചുകൊണ്ടുള്ള ശേഖർ കുമാറിൻ്റെ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇതിൽ കരുവാക്കുകയാണെന്നതാണ്. ഇതിൽ പരാതിക്കാരനായ ഈ കോഴ 2 കോടി രൂപ കോഴ വേണമെന്ന് പറഞ്ഞ് തന്നെ സമീപിച്ചു എന്ന് പറയുമ്പോൾ ഈ പരാതിക്കാരനായ അനീഷ് അദ്ദേഹത്തിനെതിരെ തന്നെ നിരവധിയായ കേസുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിലാണ് തങ്ങൾ ED അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തങ്ങൾക്കെതിരെ മറ്റൊരു കേസ് ചമച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ED ഉദ്യോഗസ്ഥൻ പറയുന്നത്. ED ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ അത് EDയുടെ ഒരു മറുപടി എന്ന രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ അന്വേഷണം നടത്തണം. നോട്ടീസ് നൽകിയ വിജിലൻസിൻ്റെ നടപടിയെയും ആ രീതിയിൽ തന്നെ ഒരു മറുപടി നൽകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. വിജിലൻസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു പിടിവള്ളി എന്ന് പറയുന്നത്, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ കമ്പനി അതൊരു ഷെൽ കമ്പനിയാണ് എന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പണമിടപാട് നടന്നിട്ടുണ്ടെന്ന് സമർത്ഥിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടു എന്നതാണ്. ആരൊക്കെ ഉൾപ്പെട്ടാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം പ്രതിയായ ശേഖർ കുമാറിനെതിരെ അപ്പോഴും തെളിവ് കണ്ടെത്താൻ അതിൽ നിന്ന് കഴിയുമോ എന്ന പ്രധാന ചോദ്യം അവശേഷിക്കുകയാണ്. ടോം. തീർച്ചയായും ഡാനി, അതുതന്നെയാണ്. കാരണം 3 ഏജന്റുമാരെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഉൾപ്പെടെ 3 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. 3 പേർക്കും പക്ഷേ കോടതിയിൽ നിന്ന് ജാമ്യവും ലഭിച്ചതാണ്. അവിടെ ഡാനി സൂചിപ്പിച്ചതുപോലെ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെതിരെ കൃത്യമായ തെളിവ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ടോ? കൂടുതൽ എന്താണ് വിജിലൻസിൻ്റെ അടുത്ത നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, ഇക്കാര്യത്തിൽ വിജിലൻസ് തിടുക്കപ്പെട്ട ഒരു നീക്കവും ED ഉദ്യോഗസ്ഥനെതിരെ നടത്തുന്നില്ല എന്നതാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കി എന്നതാണ്. പക്ഷേ ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇതാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് ഒന്നാം പ്രതി തന്നെ ആക്കിയിരിക്കുന്നു എന്നതാണ് വിജിലൻസ്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കത്യം തന്നെയാണ് കോടതിയിൽ ചോദ്യം ചെയ്തത്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ഒന്നാം പ്രതിയാക്കാനായിട്ട് വിജിലൻസ് തീരുമാനിച്ച ആ ഒരു സാങ്കത്യം തന്നെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ജൂൺ 11 കേസ് ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോൾ വിജിലൻസ് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയേണ്ടതുണ്ട്. ഇത് കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് വിജിലൻസ് നൽകുന്ന കാര്യങ്ങൾ. അതിനു മുൻപായി ഇദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതുവരെയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനൊരു നീക്കം വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ചോദ്യം ചെയ്യുന്നതിനുമുള്ള നീക്കം ഉണ്ടായിട്ടില്ല. കൃത്യമായി നോട്ടീസ് നൽകുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. മറ്റ് പ്രതികളെ തന്നെയാണ് വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അവർക്ക് ജാമ്യം ലഭിക്കുമ്പോൾ പറഞ്ഞിരുന്നത് 7 ദിവസം ഇവിടെ ഹാജരായി അവർക്ക് ചോദ്യം ചെയ്യലിന് വിധേയരാകണമെന്നായിരുന്നു. അതേതായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. പക്ഷേ ഇപ്പോഴും ശേഖർ കുമാറിലേക്ക് അന്വേഷണവുമായോ മറ്റ് നോട്ടീസായോ ചോദ്യം ചെയ്യലായോ ഒന്നും വിജിലൻസിന് സമീപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഒരുപക്ഷെ ഇനി കേസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയും അത് തന്നെയാകും ചോദിക്കുക, എന്താണ് തെളിവുകൾ എന്നതാണ്. അതിന് ഇനി ജൂൺ 11 വരെയാണ് വിജിലൻസിന് അവശേഷിക്കുന്ന സമയം. അതിനകത്ത് തെളിവുകൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം. ടോം. പരമാവധി തെളിവുകൾ കണ്ടെത്തി ED ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാറിന് കൊടുക്കാൻ തന്നെയാണ് വിജിലൻസിൻ്റെ നീക്കം. പക്ഷെ അതിനായി ഇതുവരെയും ഈ മുംബൈ ആസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ മുംബൈയിലെ ഒരു കമ്പനിയാണെന്ന് പറയുന്ന ആ കമ്പനി വ്യാജ കമ്പനിയാണെന്ന് വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ശേഖർ കുമാറിനെതിരെ പരമാവധി തെളിവ് കണ്ടെത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് തന്നെയാണ് വിജിലൻസ് നീങ്ങുന്നത്.
ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.